നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ പബ്ലിക് മോഡൽ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ്. പബ്ലിക് മോഡൽ എക്സാം ആണ്. പക്ഷെ അത് വളരെ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് വൺകാർ ശ്രദ്ധിക്കണം, പ്ലസ് ടുക്കാർ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക. കാരണം പ്ലസ് ടുവിൻ്റെ പബ്ലിക്കും പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് മോഡൽ എക്സാം ഫെബ്രുവരി 15 മുതൽ 21 വരെയാണ്. പ്ലസ് ടുക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫെബ്രുവരി 15 പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിൻ്റെ തിയറിയുടെ മോഡൽ നടക്കുകയാണെന്ന് പറയുമ്പം അതിന് മുമ്പേ 15 മുമ്പേ നിങ്ങളുടെ മോഡൽ പ്രാക്ടിക്കൽ കഴിഞ്ഞിരിക്കണം, പബ്ലിക് എക്സാം പ്രാക്ടിക്കൽ കഴിഞ്ഞിരിക്കണം. അന്നേരം ഒരു ഫെബ്രുവരി 10 ഒക്കെ ആകുമ്പോഴത്തേന് മിക്കവാറുള്ള സ്കൂളിലെല്ലാം പ്രാക്ടിക്കൽ എക്സാം പബ്ലിക് മോഡലും കഴിഞ്ഞ് പബ്ലിക്കും കഴിഞ്ഞിരിക്കണം. അന്നേരം ഇനിയും ഉള്ള ദിവസങ്ങൾ നിങ്ങൾ വളരെ കാര്യമായിട്ട്, ഇത് വളരെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എല്ലാ കുഞ്ഞുങ്ങളും വളരെ കാര്യമായിട്ട് പ്രാക്ടിക്കലെങ്കിൽ പ്രാക്ടിക്കൽ, തിയറി എങ്കിൽ തിയറി. നമുക്ക് ഒരുപാട് സമയങ്ങളില്ല. കാരണം 21 കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം 9 ദിവസം, ഫെബ്രുവരി ആകുമ്പോൾ നമുക്ക് 9 ദിവസവും കാണത്തില്ല. 6-7 ദിവസം കഴിയുമ്പോൾ മാർച്ച് 1 പരീക്ഷ തുടങ്ങും. പ്ലസ് വൺ പ്ലസ് ടു, പ്ലസ് ടുക്കാർക്കാണെങ്കിൽ ഫിസിക്സ് ആണ് തുടങ്ങുന്നത് തന്നെ. മറ്റവർക്കായാലും 1 എല്ലാവർക്കും പരീക്ഷ തുടങ്ങുകയാണ്. അന്നേരം അധികം ദിവസങ്ങൾ, ഒരാഴ്ച കഴിയുമ്പോൾ മുതൽ പബ്ലിക് എക്സാമാണ് മോഡൽ കഴിഞ്ഞാൽ. അന്നേരം നിങ്ങൾ പ്ലസ് ടുക്കാർ ചെയ്യേണ്ടത് വളരെ സീരിയസ് ആയിട്ട് പ്രാക്ടിക്കലിനെ അപ്രോച്ച് ചെയ്യുക. പ്രാക്ടിക്കൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. തിയറി ഒപ്പം ഒരു 2-3 മണിക്കൂർ നല്ല വ്യക്തമായിട്ട് പഠിച്ചു പോകും. ഇപ്പം ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയും NSSൻ്റെയും ക്യാമ്പിലും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് ഷെയർ ചെയ്ത് പോവുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വേറെ ഒന്നുമല്ല, ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഒരു മോട്ടിവേറ്റിംഗ് ആയിരിക്കും. കാരണം നമുക്ക് പഠിച്ച് തുടങ്ങണം, പഠിച്ചേ പറ്റൂ. ഇപ്പം നിങ്ങൾക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് കിട്ടണം. മാർക്ക് കിട്ടാൻ ഈ 2 മാസം കഷ്ടപ്പെടുക എന്നുള്ളതാണ്. അല്ല നമ്മൾ ജീവിതകാലം മൊത്തവും പ്ലസ് ടു നമുക്ക് കഷ്ടപ്പെടാനല്ലോ, ഉള്ള സമയം വൃത്തിയായിട്ട് കഷ്ടപ്പെടുക. അത് പ്ലസ് വൺ ആയാലും പ്ലസ് ടു ആയാലും. പ്ലസ് വൺകാർക്ക് ഞാൻ പറയുന്നത് ഏറ്റവും ക്രൂഷ്യൽ, ഹയർ സെക്കൻഡറി തുടങ്ങിയതിന് ശേഷം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള എക്സാം പബ്ലിക് എക്സാം ആണിത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് സെപ്റ്റംബർ ഒക്ടോബറിലൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഇല്ലെന്ന് തന്നെ പറയാം. ഒരു പേരിന് വേണ്ടി മാർച്ച് വെച്ചേക്കുന്നത് ഒരു പേരിന് വേണ്ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പബ്ലിക് എക്സാം വളരെ സീരിയസ് ആയിട്ട് പ്ലസ് വൺകാർ എടുക്കുക. പ്ലസ് ടുക്കാർ പ്രാക്ടിക്കലും തിയറിയും ഒരേപോലെ കൊണ്ടുവരിക. മറ്റൊരു വളരെ സീരിയസ്, എനിക്കൊന്ന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വളരെ സീരിയസ് ഇല്ലാതെയാണ് പ്ലസ് വൺകാർ പോകുന്നത്. പക്ഷെ അത് വളരെ നിങ്ങളുടെ ജീവിതം സീനിയേഴ്സിനോട്, പ്ലസ് ടുക്കാരോട് ചോദിച്ചാൽ അറിയാം, അണ്ണന്മാരോടും ഒക്കെ ചേച്ചിമാരോടും ഒക്കെ ചോദിച്ചാൽ അറിയാം. അത് ഇച്ചിരി സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. അന്നേരം പ്ലസ് വണ്ണും പ്ലസ് ടു വളരെ കാര്യമായിട്ട് എടുക്കുക. പബ്ലിക് എക്സാം മോഡൽ പ്ലസ് വണ്ണും പ്ലസ് ടുവിന് എന്ന് മുതൽ ഫെബ്രുവരി 15 മുതൽ 21 വരെ. ഓക്കെ, അന്നേരം പുത്തൻ വിശേഷങ്ങളുമായിട്ട്, പുത്തൻ കാര്യങ്ങളുമായിട്ട്, അറിവുകളുമായിട്ട് നമ്മൾ വരും. പുത്തൻ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. നെവർ എവർ ഗിവ് അപ്പ്.